കൺഫ്യൂഷൻ വേണ്ട, ഇത് ഒറിജിനലിനെ വെല്ലുന്ന ഒന്നാന്തരം ഡ്യൂപ്ലിക്കേറ്റ്. കല്ലിലും മണ്ണിലുമല്ല, മധുരത്തിൽ കെട്ടിപ്പടുത്ത ക്രിസ്തുമസ് കേക്ക്. അല്പം റിച്ചായാണ് ഉദ്യാനനഗരി ക്രിസ്തുമസിന് ഒരുങ്ങുന്നത്. For us to do this is a pride because this year, of course, it's the Parliament House is basically for all the Indians, as say. So we said, why not try and work on that? തീർന്നില്ല. പാർലമെന്റ് കടന്നു കഴിഞ്ഞാൽ ഛത്രപതി ശിവജി മഹാരാജിനെ കാണാം. തൊട്ടടുത്ത് തന്നെ തിങ്കൾക്കല തൊട്ട ചന്ദ്രയാൻ. വനിതകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കിയ ശക്തി പദ്ധതിയും കേക്കിലായി. இந்த எக்ஸிபிஷன் வந்துட்டு முதல்ல ஆரம்பித்தது வந்துட்டு நீலகிரிஸ் ஆரம்பித்தாங்க. அவங்க 45 வருஷத்துக்கு மேலே நீலகிரி அவங்களே பண்ணாங்க. அதுக்கு பின்னாடி வந்துட்டு இங்கே பெங்களூரில் ஒரு இன்ஸ்டியூட் இருக்குது. அந்த இன்ஸ்டியூட்காரரு அந்த வேலையை தொடர்ந்து பண்ணுறாங்க. ഇത് 49ാമത്തെ കൊല്ലമാണ് ബംഗളൂരു കേക്ക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേക്കിംഗ് ആൻഡ് കേക്ക് ആർട്ടിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് കേക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വരുന്നത്. ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു. അഞ്ജലി ചോറുണ്ട്. അഞ്ജലി, ഗുഡ് മോർണിംഗ് അഞ്ജലി. എന്ത് തോന്നുന്നു കേക്ക് കാഴ്ച കണ്ടിട്ട്? എന്തൊക്കെ തരം വെറൈറ്റി കേക്കുകളാണല്ലേ നമ്മൾ കൺമുന്നിൽ കാണുന്നത്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പല വസ്തുക്കളും സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും ഒക്കെ കേക്കായി പരിണമിക്കുകയാണല്ലേ. എന്ത് തോന്നുന്നു? അതെ അഞ്ജിത, ഞാൻ ഈ വീഡിയോ എത്ര തവണ റീപ്ലേ ചെയ്ത് കണ്ടു എന്ന് എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല. അതുപോലെ തവണ ഞാനിരുന്ന് കാണുമായിരുന്നു. എന്തായാലും ഈ കേക്ക് കണ്ടിട്ട് നമുക്കതിനെ പോയി കഴിക്കാനൊന്നും തോന്നില്ല, ആസ്വദിച്ച് അതിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നു. സാധാരണ കേക്ക് കാണുമ്പോൾ ഓടിപ്പോയി തട്ടിപ്പറിച്ച് മേടിച്ച് കഴിക്കുക എന്നാണ് നമുക്ക് സാധാരണ തോന്നാറ്. പക്ഷേ ഈ കേക്ക് കാണുമ്പോൾ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്നു. ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും ക്രിസ്മസ് ഒക്കെ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. നമ്മളെല്ലാവരും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളുടെ പിന്നിലാണ്. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഇത് കണ്ടപ്പോൾ, ഈ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ക്രിസ്മസ് ആവാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അന്നേരം വെക്കേഷനാണ്, അപ്പം ഇങ്ങനെ നോക്കിയിരിക്കും. ആ സമയങ്ങളിലൊക്കെ രാത്രി നമ്മളിങ്ങനെ കരോളിന് പോകും. അപ്പോൾ ഈ കരോളിന് പോകുന്ന സമയത്ത് നല്ല തണുപ്പാണ്. അപ്പം അന്നേരം ഓരോ വീടുകളിൽ പോകുമ്പോൾ ഇതുപോലെ വെറൈറ്റി ടൈപ്പ് ഓഫ് കേക്കുകളാണ് നമുക്ക് കിട്ടുക. നല്ല ചുക്ക് കാപ്പിയും ചൂടുള്ള ചുക്ക് കാപ്പിയും പിന്നെ ഇതുപോലുള്ള പല വെറൈറ്റി ടൈപ്പ് ഓഫ് കേക്കുകൾ കിട്ടും. അപ്പോൾ ഈ പല കേക്കുകൾ കഴിക്കാനും മിഠായി കഴിക്കാനും അതായിരുന്നു നമ്മുടെ മെയിൻ കാര്യം. നമ്മൾ അതിന് വേണ്ടിയിട്ടായിരുന്നു കരോളിന് പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരുമായിരുന്നു. എന്തായാലും ഈ ബാംഗ്ലൂരിൽ നടക്കുന്ന കേക്ക് ഫെസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. സംഭവം സൂപ്പറായിട്ടുണ്ട്. ഈ എല്ലാവർക്കും ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ തന്നെയുള്ള ആഘോഷങ്ങളാണ്. വീട്ടിൽ നിറയെ കസിൻസ്, പുതിയ ഡ്രസ്സ്, പിന്നെ ഒരുപാട് ഭക്ഷണങ്ങൾ, പല ടൈപ്പ് ഓഫ് കേക്കുകൾ, അങ്ങനെ വളരെയധികം ഒത്തുചേരലിൻ്റെയും പുതിയ ഡ്രസ്സിൻ്റെയും ഒക്കെ കൂടുതൽ സമ്മാനങ്ങൾ കിട്ടുന്ന വലിയ സമയമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. എന്തായാലും ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ കേക്ക് ഫെസ്റ്റാണ് നമുക്കും പോകണ്ടേ എന്തായാലും. അപ്പോൾ ഹരിച്ചേട്ടൻ വന്നിട്ട് വേണം, ചേട്ടനോട് ലീവ് ചോദിച്ചു നോക്കണം. പറ്റുമെങ്കിൽ ഈ ബാംഗ്ലൂരിൽ നടക്കുന്ന കേക്ക് ഫെസ്റ്റ് നേരിട്ട് തന്നെ പോയി കാണണം എന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. ശരി.